ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ശ്രീസ് വ്ളോഗ്. ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ എണീറ്റു. പ്രജിയേട്ടന് മേലൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് നെല്ലിക്ക കൊണ്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. സിന്നമൺ പൗഡർ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചത്. ജ്യൂസ് റെഡിയായി. വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാറ്. കുടിക്കാനുള്ള വെള്ളം ബോയിൽ ചെയ്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു. ഇനി ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എന്താണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് മുത്താറി ദോശയും ചമ്മന്തിയും പിന്നെ ബോയിൽഡ് എഗ്ഗുമാണ്. ലഞ്ചിന് ബാസ്മതി റൈസും സാമ്പാറും മുരിങ്ങയില വറവും പിന്നെ ആവോലി ഫിഷ് ഫ്രൈയുമാണ്. മുരിങ്ങയില വാഷ് ചെയ്ത് വെച്ചു. ബാസ്മതി റൈസ് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തു. മുരിങ്ങയില 2-3 മിനിറ്റ്സ് മാത്രമേ കുക്ക് ചെയ്യണ്ടൂ. അധികം കുക്ക് ചെയ്താൽ ടേസ്റ്റും ഉണ്ടാവില്ല, ഗുണവും ഉണ്ടാവില്ല. ജസ്റ്റ് വറവിലേക്കിട്ടു, ഉപ്പും ഇട്ട് ഇളക്കി അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് ബാസ്മതി റൈസ് റെഡിയായി. അതിന് ഞാൻ വാർക്കുകയും ചെയ്യും. മുരിങ്ങയിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും തേങ്ങ ചിരണ്ടിയതും ഇട്ട് നന്നായി ഇളക്കി ഞാനൊരു മുട്ട കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. അങ്ങനെ ചെയ്താൽ ഇലകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് സെപ്പറേറ്റായി നിൽക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ മുരിങ്ങയിൽ റെഡിയായി. ഇനിയൊരു സിമ്പിൾ സാമ്പാറാണ്. പരിപ്പൊക്കെ വെന്ത് കിട്ടി. അതിന് വെജിറ്റബിൾസും ഇട്ട് അതിൻ്റെ മസാലയും ഉണ്ടാക്കി. മല്ലിയിലയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തു. അങ്ങനെ സാമ്പാറും റെഡിയായി. കടുവും വറ്റൽമുളകും വറുത്തിട്ടു. 2 മുളക് ഞാൻ എക്സ്ട്രാ ഇട്ടത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. ആവോലി ഫിഷ് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ചമ്മന്തി റെഡിയായി. മില്ലറ്റും ചെറുപയറും സോക്ക് ചെയ്തതാണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഞ്ച് പാക്ക് ചെയ്തു. പ്രജിയേട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങി. കിച്ചൺ ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷായി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് പുറത്തേക്ക് ഇറങ്ങി. സൺലൈറ്റും ഫ്രഷ് എയറും പിന്നെ പക്ഷികളെ കലപില സൗണ്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ജീവിക്കുന്ന ഭൂമി, അതിനു മുകളിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവുള്ള അന്തരീക്ഷം, അതിനു മുകളിലെ ആകാശം, ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇവരൊക്കെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എത്ര മനോഹരമാകും അല്ലേ? കുറച്ച് നടന്നു. അതിനുശേഷം ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെ ലഞ്ച് ടൈമായി. എപ്പോഴത്തെയും പോലെ ഒരു ഫീൽ ഗുഡ് മൂവിയും എൻ്റെ ലഞ്ചും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.